രണ്ട് കുട്ടികൾ മരിച്ച പത്തനംതിട്ട തൂമ്പാക്കുളം വാഹന അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസ്. അമിത വേഗം, അലക്ഷ്യമായതും മനുഷ്യജീവന് ആപത്ത് വരുത്തുന്നതുമായ ഡ്രൈവിംഗ് എന്നിവയ്ക്കെതിരായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതേസമയം ആദ്യലക്ഷ്മി, യദുകൃഷ്ണൻ എന്നീ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കണ്ണനായരുണ്ട് വിശദവിവരങ്ങളുമായി. കണ്ണനായർ, അതിദാരുണമായൊരു സംഭവമാണ്. ഒരു പാമ്പിനെ കണ്ട് വെട്ടിച്ചൊഴിക്കുന്നതിനിടയിൽ വാഹനത്തിൽ നിന്നും നഷ്ടപ്പെട്ടത് രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനാണ്. അമിത വേഗത്തിൽ വന്നാൽ മാത്രമേ അത്തരത്തിലൊരു അപകടം ഉണ്ടാവൂ എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും. അതുകൊണ്ട് തന്നെയായിരിക്കും ആ തരത്തിൽ കേസെടുത്തിട്ടുള്ളതും. വിശദാംശങ്ങൾ എന്ത് കണ്ണൻ? മൂർത്തി, ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് നിറച്ചിരികളുമായി ഇറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലാ ജനറൽ ആശുപത്രിയിലാണ്. അവിടുത്തെ മോർച്ചറിയിൽ ആദിലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇവിടെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. 9 മണിയോടുകൂടിയായിരിക്കും ഇവിടെ നടപടികൾ ആരംഭിക്കുക. യദുകൃഷ്ണൻ്റെ മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകും. ഇന്നലെ വൈകിട്ട് 3:30 കുട്ടികളെ സ്കൂളിൽ നിന്ന് ഈ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുവന്ന് 6 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഓട്ടോ ഡ്രൈവർ പറയുന്നതനുസരിച്ച് പോകുന്ന വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു. പാമ്പിനെ മുകളിൽ ഓട്ടോ കയറാതിരിക്കാൻ വേണ്ടി വെട്ടിച്ച് മാറ്റി എന്നുള്ളതാണ്. വെട്ടിച്ച് മാറ്റിയാൽ തന്നെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്കോ അല്ലെങ്കിൽ ഓട്ടോ മറിയുന്ന സ്ഥിതിയിലേക്കോ കാര്യങ്ങൾ പോകില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസ് പറയുന്നത് അമിതമായിട്ടുള്ള വേഗം, അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിച്ചു, അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതുതന്നെയായാലും 2 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായി. മറ്റ് കുട്ടികൾ, 4 കുട്ടികളിൽ ഒരു കുട്ടി തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മറ്റൊരു കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതിയാണ് ഉള്ളത്. അവിടുത്തെ സാരമുള്ളതാണോ പരിക്കുകൾ? ഡോക്ടർമാർ എന്താണ് പറയുന്നത് കണ്ണൻ? ഇപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഒരു കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മറ്റൊരു കുട്ടി തിരുവല്ലയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇന്ന് 2 പേരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടമാണ് നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ ആദിലക്ഷ്മി എന്ന് പറയുന്ന 8 വയസ്സുള്ള കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം, അതുപോലെ തന്നെ 4 വയസ്സുകാരനായിട്ടുള്ള യദുകൃഷ്ണയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് കോന്നി മെഡിക്കൽ കോളേജിലാണ്. യദുകൃഷ്ണനെ കാണാൻ ഇല്ലായിരുന്നു എന്നുള്ള വിവരം വൈകിയാണ് അറിഞ്ഞത്. അതിനുശേഷം വിശദമായിട്ടുള്ള ഒരു പരിശോധന ആ പ്രദേശത്ത് നടത്തിയപ്പോഴാണ് ആ തോട്ടിൽ നിന്ന് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിച്ചത്. ഒരു 8:30-9 മണിയോടുകൂടിയാണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. എന്തിനായാലും അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് രക്ഷിതാക്കളും അതുപോലെ തന്നെ വീട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത്. ഇപ്പോൾ അല്പസമയത്തുള്ള ഏതാണ്ട് 9 മണിക്ക് ശേഷമായിരിക്കും ഞാനിപ്പോൾ നിൽക്കുന്ന പത്തനംതിട്ടയിലെ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക.